സജ്ജനങ്ങൾക്ക് പ്രണാമം. ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ച് ഉള്ള വീഡിയോയുടെ അവസാനത്തെ ഭാഗം കേൾക്കാം. ക്ഷേത്രത്തിലെ ഭരണം എങ്ങനെയായിരിക്കണം എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ക്ഷേത്രത്തിലെ തന്ത്രി അവിടുത്തെ ആചാര്യനാണ്. ഏതൊരു മൂർത്തിയാണോ അവിടെ ഉള്ളത് ആ ദേവൻ്റെ പിതാവാണ് തന്ത്രി. ക്ഷേത്രത്തിലെ ഏതൊരു കാര്യവും തീരുമാനിക്കാനുള്ള പരമ അധികാരം തന്ത്രിക്ക് മാത്രമാണ്. അതാണ് സനാതനധർമ്മത്തിലെ കാഴ്ചപ്പാട്. അത് പൂജാവിധികളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. തന്ത്രിയാണ് പരമപ്രധാനം. അതുകൊണ്ട് തന്നെ തന്ത്രിയുടെ നിർദ്ദേശങ്ങൾ ക്ഷേത്രത്തിലെ നിത്യപൂജ, ഉത്സവം, കലശം, ആചാര അനുഷ്ഠാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ സ്വീകരിച്ച് നടപ്പിൽ വരുത്താൻ ശാന്തിക്കാർ, മേൽശാന്തികൾ, പരികർമ്മികൾ, കഴകക്കാർ തുടങ്ങി മറ്റ് ജീവനക്കാരെല്ലാവരും ക്ഷേത്ര ഭരണസമിതിയും ബാധ്യസ്ഥരാണ്. അവിടെ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും തന്ത്രിയോട് അഭിപ്രായം ചോദിക്കേണ്ടത് നിർബന്ധമാണ്. ക്ഷേത്രത്തിലെ തന്ത്രിയും ശാന്തിക്കാരും പരികർമ്മികളും പരിശുദ്ധമായ ജീവിതം വാക്കിലും പ്രവൃത്തിയിലും നയിക്കുന്നവരായിരിക്കണം. കലിയുഗത്തിൽ മുഴുവൻ അങ്ങനെയാകണം എന്നില്ല. തന്ത്രിമാരും ശാന്തിക്കാരും ആഗമതന്ത്രശാസ്ത്രങ്ങളിലും വേദങ്ങളിലും അഭ്യാസം നടത്തിയവരും മന്ത്രദീക്ഷ സ്വീകരിച്ച് മന്ത്രസിദ്ധി വരുത്തിയവരും മന്ത്രസിദ്ധിയെ നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രാണായാമം, 2 സന്ധ്യകളിലും സന്ധ്യാവന്ദനം, ഗായത്രി ജപം തുടങ്ങിയ കാര്യങ്ങൾ നിത്യേന ചെയ്യുന്നവരായിരിക്കണം. അത് നിർബന്ധമാണ്. ക്ഷേത്രത്തിലെ പ്രവൃത്തികൾ ചെയ്യുന്നവർ ഉപാസകരാണ്, ജീവനക്കാരല്ല. അതുപോലെ ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളും ഉപാസകരാണ്. ഇവരും പരിശുദ്ധമായ ജീവിതം തന്നെയാണ് നയിക്കേണ്ടത്. ക്ഷേത്രവും പരിസരവും ക്ഷേത്രക്കുളവും വൃത്തിയായി വയ്ക്കാൻ ഭക്തന്മാർ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതും ഒരു ഉപാസന തന്നെയാണ്. ഭഗവാന് നിവേദിക്കുന്ന പായസം, അപ്പം മുതലായവ പരിശുദ്ധവും മായമില്ലാത്തതും ശുചി ഉള്ളതുമായിരിക്കണം. കല്ല്, നെല്ല് തുടങ്ങിയവ നിവേദ്യത്തിലുണ്ടായാൽ നെഗറ്റീവ് ഫലം അവിടെ ഉണ്ടാവും. പരമാവധി ശ്രദ്ധിക്കുക. വഴിപാട് സാധനങ്ങൾ ക്ഷേത്രത്തിലേക്ക് നൽകുമ്പോൾ അവയുടെ ശുദ്ധി ഭക്തന്മാർ ഉറപ്പുവരുത്തിയിട്ട് വേണം കൊടുക്കാൻ. കടയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ അതേപടി ക്ഷേത്രത്തിലേക്ക് കൊടുക്കരുത്. അവ വൃത്തിയാക്കിയിട്ട് കൊടുക്കുക. ലാഭം, പണം തുടങ്ങിയ വ്യാപാര മനോഭാവത്തോടു കൂടി ഒരിക്കലും ക്ഷേത്ര ഭരണത്തിനെ കാണരുത്. ക്ഷേത്രഭരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ക്ഷേത്ര സംരക്ഷണം, പരിപാലനം എന്നാണ്. ആയതിൽ ക്ഷേത്ര ഉപാസകരായിട്ടുള്ള എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ഒരുമയുടെയും ഐക്യത്തിൻ്റെയും അഹിംസയുടെയും സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ഈശ്വര ചൈതന്യം അതിൻ്റെ അടിസ്ഥാനമാണ്. ഈശ്വര ആരാധന അതിലേക്കുള്ള പാതയാണ്. ക്ഷേത്രം നിലനിൽക്കുന്നത്, ഭാരതഭൂമി തന്നെ നിലനിൽക്കുന്നത് നാമജപത്തിലൂടെയാണ് എന്ന് പ്രത്യേകം പറയട്ടെ. കലിയുഗത്തിൽ നാമജപത്തിനാണ് വളരെ പ്രാധാന്യം. അതും കൂട്ടമായിട്ടുള്ള സമൂഹ നാമജപത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. അഹിംസ ക്ഷേത്രത്തിൽ പാലിക്കണമെന്ന് പറയാൻ കാരണം വെറുതെ പറഞ്ഞതല്ല. മറ്റ് വൈദേശിക സെമിറ്റിക് മതങ്ങളുടെ ആരാധനാലയങ്ങളിലൊക്കെ
അവരുടേതായിട്ടുള്ള വിശേഷ ദിവസങ്ങളിൽ നാൽക്കാലികളൊക്കെ അവിടെ കൊല്ലാറുണ്ട്, ബലി നൽകാറുണ്ട്. എന്നാൽ സനാതന ധർമ്മത്തിൽ അങ്ങനെ ചെയ്യാറില്ല. ക്ഷേത്രങ്ങളിൽ ഒരു ജീവികളെയും കൊല്ലാൻ പാടില്ല എന്നാണ് വേദവിധി. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ചെയ്യുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നവരുണ്ട്. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ, ബഹുജനം പലവിധം എന്നാ പറയാം. സെമിറ്റിക് മതങ്ങൾ അവരുടെ ആരാധനാ കേന്ദ്രങ്ങളിൽ മൃഗങ്ങളെ കൊല്ലാറുണ്ട്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് അഹിംസ ശ്രദ്ധിക്കണം, ഹിംസ ചെയ്യാൻ പാടില്ല. ജീവികൾക്കു പോലും അഭയം നൽകേണ്ട കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഹരേ കൃഷ്ണ.